ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു കുട്ടി ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഞാൻ വാച്ചസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആമസോണിൽ നിന്ന്. അഫോർഡബിൾ വാച്ചസ്, നമുക്ക് ഡെയിലി ഇങ്ങനെ മാറ്റി മാറ്റി ഇടാൻ പറ്റുന്ന കൈൻഡ് ഓഫ് വാച്ചസ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അൺബോക്സിങ് പ്ലസ് നമുക്കൊരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഞാൻ എന്തായാലും പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, നിങ്ങളൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ബോക്സിൽ 2 വാച്ചസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 2 ബോക്സസ് ആയിട്ട് വന്നേക്കണേ. അപ്പോൾ ആദ്യം എന്താ ഈ ഒരു ബ്ലാക്ക് പാക്കേജിങ്ങിൽ വന്നിട്ടുള്ള സ്വിസ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു വാച്ചാണ്. ആൻഡ് അടിപൊളി വാച്ചാണ് കേട്ടോ. അത് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള വാച്ചാണെന്ന് തോന്നുകയില്ല. അടിപൊളി വാച്ചാണ്, നല്ല രസമുണ്ട് കാണാൻ. ആൻഡ് എനിക്ക് പിന്നെ പാകാവണമെങ്കിൽ കുറച്ച് അധികം ഇത് ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് പാകാവില്ല എന്നല്ല, അത്രയും എനിക്ക് ഫിറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ നല്ല ഭംഗിയുള്ള ഒരു നല്ല ക്ലാസി ലുക്ക് ഉണ്ട് കേട്ടോ. നല്ല സിൽവർ എന്നുവെച്ചാൽ ഒരു ഇത്രയും അഫോർഡബിൾ ആയതുകൊണ്ട് ലോക്കൽ ഒരു തട്ടിക്കൂട്ട് പോലെ എനിക്ക് തോന്നിയില്ല. നല്ല ക്ലാസി പാക്കേജിങ് ആൻഡ് നല്ലൊരു വാച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ, പിന്നെ ഇതൊന്നും എനിക്ക് ഇട്ട് കാണിച്ചു തരാൻ ഒരു നിവൃത്തിയില്ല, വേറെ ഒന്നുകൊണ്ടല്ല, എനിക്ക് സൈസ് ഫിറ്റ് ആവില്ല, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇനി ഇതിൽ തന്നെ വന്നിട്ടുള്ള അടുത്ത ബോക്സ്, ഇതിൻ്റെ ബ്രാൻഡ് ഇത് ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. യെസ്, അപ്പോൾ ഇതിൽ ഗുഡ് നല്ല ഭംഗിയുണ്ടല്ലോ. ഞാനിപ്പോൾ തന്നെ കാണുന്നത് കേട്ടോ. ഇതൊരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് കൈൻഡ് ഓഫ് ഷെയ്ഡിൽ വരുന്ന ഒരു വാച്ചാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഉണ്ടാവും ആമസോണിലെ ഫോട്ടോസ് എല്ലാം ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് യെസ്, ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കിത് ഭാഗമാകാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. എന്നാൽ ഇത്രയും ലൂസാക്കി ഇടണം, എന്നാലും ടൈറ്റ് ആയിരിക്കും. ബട്ട് ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു റെക്ടാങ്കിൾ എന്നും പ്യുവറായിട്ട് പറയാൻ പറ്റില്ല, ചെറിയൊരു കേവൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണേ. ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളത് അല്ലെങ്കിൽ എത്ര നാളിത് ഓടുന്നുള്ളതൊന്നും നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല, കാരണം അത്രയും റേറ്റ് കുറവല്ലേ. പക്ഷെ നമുക്ക് ഡമ്മി ആയിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ്. പിന്നെ ഇതിൽ എന്തൊക്കെയോ ഗിഫ്റ്റ് വൗച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വാച്ച്. ഇനി തേർഡ് വാച്ച് നമുക്ക് നോക്കാം. ഒരു വൈറ്റ് ബോക്സിൽ, ഇതങ്ങനെ ഭയങ്കര സ്റ്റാൻഡേർഡ് പാക്കേജിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പേപ്പർ കൊണ്ടുള്ളൊരു ബോക്സിലാണ് കൊടുക്കുന്നത്. പക്ഷെ വാച്ച് ആസ് സച്ച് നല്ല രസമുണ്ട്. യെസ്, ഇതാണ് ആ ഒരു വാച്ച്. ഒരു കൈൻഡ് ഓഫ് റോസ് ഗോൾഡ്. ഇതിന് പ്രത്യേകിച്ച് ഒരു ഡയലും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല സിമ്പിൾ ആൻഡ് എലഗൻ ആൻഡ് ബ്യൂട്ടിഫുൾ അങ്ങനെ വരും. നല്ലൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു റോസ് ഗോൾഡ് വാച്ചാണ്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് അടുത്ത വാച്ച്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള വാച്ചും കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സ്കിൻ കെയർ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു കോലാണ് കേട്ടോ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വാച്ചും കൂടെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ആൻഡ് ഇതും കൂടെ ഉള്ളൂ. നമ്മളപ്പോൾ ഒന്ന് 4 വാച്ചസാണ് കാണിക്കാൻ ഉദ്ദേശിച്ചേക്കണേ. എല്ലാ തവണയും നമ്മൾ ഡ്രസ്സിൻ്റെ ഹോളും ജ്വല്ലറി ഹോള് പിന്നെ എന്തായിരുന്നു ഷൂ, ചെരുപ്പ്, അങ്ങനെയൊക്കെയാണ് ഹോൾസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇത്തവണ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആൻഡ് നമ്മൾ നേരത്തെ കാണിച്ചത് റോസ് ഗോൾഡ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗോൾഡൻ വാച്ചാണ്. മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ 1-2 കളക്ഷൻസ് വേണം. ലൈക്ക് ഒരു സിൽവർ വേണം, ഒരു റോസ് ഗോൾഡ് വേണം, ഒരു ഗോൾഡൻ വേണം, ഒരു ബ്ലാക്ക് വേണം, പിന്നെ എന്തെങ്കിലും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഐറ്റംസ് വേണം. പിന്നെ ഓഫ് കോഴ്സ് ഒരു ഡിജിറ്റൽ വാച്ചും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് നമുക്ക് വേണം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇത് കറക്റ്റ് ബ്രാൻഡ് വൈസ് വാങ്ങിക്കാന്ന് പറയുന്നത് അത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അത് ഫീസിബിൾ അല്ല. അപ്പം നമുക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെയൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഇതങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുമൊന്നുമില്ല. പിന്നെ അത്രയും വാച്ച് അല്ലെങ്കിൽ ഡീപ്പായിട്ട് നോക്കുന്ന അങ്ങനത്തെ ടീംസിനൊക്കെ അതൊക്കെ മനസ്സിലാവുള്ളൂ. ബട്ട് സ്റ്റിൽ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു വാച്ചാണ്. ഇത് ഏകദേശം നമ്മുടെ ആ സിൽവറിൻ്റെ ഒരു റെപ്ലിക്ക തന്നെയാണ് കേട്ടോ, അതേപോലെ തന്നെയാണ്. ഞാനത് രണ്ടും കൂടെ ഒന്ന് കാണിച്ചത് സെയിമാണ് കേട്ടോ. ഇതിൽ പിങ്കാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. പക്ഷേ ആ പിങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കുത്തണ കൈൻഡ് ഓഫ് ഒരു പിങ്ക് ഒന്നുമല്ല, ഒരു ലൈറ്റ് ഒരു ഷെയ്ഡാണ്. ഒരു എന്താ പറയുക, ഒരു ഗ്ലോസി പിങ്ക് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. പക്ഷെ രണ്ടും ഒരേ കമ്പനിയാണ്, സ്വിസ്റ്റോണിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു സെംബ്ലൻസ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ രണ്ടും നല്ല അടിപൊളിയാണ്. ഇത് ഗോൾഡൻ ഒന്നും അങ്ങനെ എനിക്ക് തോന്നുന്നു, ഗോൾഡനും സിൽവർ അങ്ങനെ കളർ പോയില്ല. പിന്നെ നമ്മളെ ചതിക്കുക മറ്റേ റോസ് ഗോൾഡ് ആയിരിക്കും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് സിൽവറാണ്, അടിപൊളിയാണ്. ഇതാകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ കംപ്ലൈൻറ്റ് വന്നാൽ പണ്ടത്തെ പോലെയൊക്കെ നമുക്ക് മെഷീനൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ നഷ്ടമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. റീപർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പോലും നഷ്ടം വരില്ല എന്നാണ് എനിക്കത് തോന്നുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗോൾഡൻ ഗുഡാണ്, പക്ഷേ കുഴപ്പമില്ല.
ഗോൾഡിനേക്കാളും എനിക്ക് ഇഷ്ടമായത് റോസ് ഗോൾഡ് ഉണ്ട്. പക്ഷേ റോസ് ഗോൾഡ് നമുക്ക് ഒരിക്കലും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല കളർ ഗ്യാരണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ്, 4 വാച്ചസ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇത് എത്ര നാൾ വർക്ക് ചെയ്യും എന്നുള്ളൊരു ഗ്യാരണ്ടി ഒന്നും ആരും തരുന്നില്ല, ഈവൻ ഞാനും പറയില്ല. പക്ഷേ സ്റ്റൈൽ ചെയ്യാനൊക്കെ ആയിട്ട് ഓരോ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റി ഇടണം എന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ അഫോർഡബിൾ ആയിട്ട് തന്നെ, അതായത് മൊത്തം 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു 4-5 കളേഴ്സ് ഓഫ് വാച്ചസ് കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. നമ്മളിപ്പോൾ സ്ട്രീറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ 250 റേഞ്ചിലൊക്കെയാണ് ഞാൻ അവിടെ ഇങ്ങനെ റേറ്റ് വെക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ 229, 200 ആ റേഞ്ചിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എൻ്റെ ഇഷ്ടമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ പിക്ക് ചെയ്ത കുറച്ച് ഐറ്റംസ് തന്നെ കാണിച്ചത്. ഇതിൽ ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, താഴെ റിവ്യൂസ് ഉണ്ടാവും, വിത്ത് ഫോട്ടോസുള്ള റിവ്യൂസ് നോക്കിയിട്ട് നിങ്ങൾ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാം. ആമസോണിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ആൻഡ് ഈ പ്രോഡക്ട്സ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ചെക്കൗട്ട് ചെയ്യാൻ മറന്നു വേണ്ട. അപ്പോൾ ഇനി നമുക്ക് യൂസ്ഫുൾ, എൻ്റർടൈനിങ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, bye.